ലോകസമാധാനത്തിന്റെ നിത്യശത്രുവായ ഇസ്രയേലും രക്ഷകർത്താവായ അമേരിക്കയും ചേർന്ന് ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ആക്രമണത്തിൽ ഇറാൻ പരമാധികാരി അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായും വാർത്തകൾ വരുന്നു. തങ്ങളുടെ പരിമിതമായ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ ആവശ്യങ്ങൾക്കാണെന്നും ആണവായുധത്തിനുള്ള തോതിലേക്ക് എത്തിക്കുന്നില്ലെന്നും ഇറാൻ നിരന്തരം വ്യക്തമാക്കിയിട്ടും ഭീകരപ്രവർത്തനത്തെ തടയുകയെന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇറാനെതിരെ അവർ നിഷ്ഠൂരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവും സമാധാനവും സംരക്ഷിക്കാനെന്ന വ്യാജേന പരമാധികാര രാജ്യങ്ങളിൽ നുഴഞ്ഞുകയറി അവരെ ആക്രമിച്ചു കീഴടക്കുകയും പലയിടങ്ങളിലും രാസായുധങ്ങൾ തുടർച്ചയായി പ്രയോഗിക്കുകയും ചെയ്ത ചരിത്രമുള്ളവർ സാമ്രാജ്യത്വത്തിനെതിരെ നിർഭയം നിലകൊള്ളുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഇറാനെ എന്നും ശത്രുപക്ഷത്ത് നിർത്തുന്നത്. തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറായതോടെ ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യയിലാകെയും യുദ്ധഭീതി പടരുകയാണ്. യുദ്ധത്തിൽ വിജയികളില്ല, ഇരകളെയുള്ളൂ എന്ന വസ്തുത ഓരോ യുദ്ധമുഖത്തും നാം തിരിച്ചറിയുന്നു. സ്ത്രീകൾ, കുട്ടികൾ എക്കാലത്തും യുദ്ധത്തിന്റെ ദുരിതം പേറുന്നത് അവരാണ്. ഈ യുദ്ധവും സൃഷ്ടിക്കുന്നത് സമാനമായ ദുരിതാവസ്ഥകൾ തന്നെയായിരിക്കും. വീടുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എല്ലാം തകർന്നടിയുന്നു. പട്ടിണിയും പകർച്ചവ്യാധികളും പടരുന്നു. ഒരു നേരത്തെ വിശപ്പടക്കാൻ കുട്ടികൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത ഭയാനകരമായ സാഹചര്യം. പാലസ്തീനിൽ, ഗസയിൽ നിന്നും ലോകം കണ്ട കാഴ്ചകളുടെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിനിടയിൽ ഇറാനിലേക്കും യുദ്ധം പടരുന്നു. യുദ്ധം ബാക്കി വയ്ക്കുന്നത് മരണമാണ്, പട്ടിണിയാണ്, ഭയമാണ്, അരക്ഷിതത്വമാണ്, അരാജകത്വമാണ്. അത് അനാഥരായ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു. ആയുധങ്ങളുടെ പ്രഹരമേറ്റ് തെരുവുകളിൽ ചിതറി വീഴുന്ന മനുഷ്യന്റെ ദൃശ്യങ്ങൾ, അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ, വിശക്കുന്നവന്റെ വേദന, ഇതെല്ലാം ലോക മനസാക്ഷിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. അപ്പോഴും ഇസ്രയേലിനെതിരെ, അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദവും ഉയർത്താൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല. നെതന്യാഹുവിനെ സന്ദർശിച്ച് ആത്മനിർവൃതി അടയുന്ന മോദിയിൽ നിന്ന് ലോകം അത് പ്രതീക്ഷിക്കുന്നുമില്ല. സോവിയറ്റ് യൂണിയനെ പോലെ ലോക സമാധാനത്തിനായി നിലകൊണ്ടിരുന്ന, പുരോഗമന രാഷ്ട്രീയ ആശയങ്ങളാൽ നയിക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലോകം വല്ലാതെ ആഗ്രഹിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഈ സംഘർഷാവസ്ഥ കേരളത്തിലും വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. ഈ സംഘർഷാവസ്ഥ അവരുടെ സുരക്ഷയെയും ഭാവിയെയും സംബന്ധിച്ച വലിയ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്നു. മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം. സർവനാശം വിതയ്ക്കുന്ന ഈ യുദ്ധവെറിക്കെതിരെ സമാധാനത്തിന്റെ ശബ്ദമുയരട്ടെ. ലോകം ഇസ്രയേൽ അമേരിക്കൻ കൂട്ടുകെട്ടിന്റെ നരവേട്ടയ്ക്കെതിരെ ഒരുമിച്ച് ചേർന്ന് പോരാടട്ടെ. ലോക സമാധാനം നീണാൾ വാഴട്ടെ.